മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. എന്തിനാണ് ദൈവം പിശാചിനെ സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചുരുക്കമായി 3-4 കാര്യങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തി. ഇന്ന് നമ്മൾ ഈ പിശാചിൻ്റെ പേരിനെ കുറിച്ചുമൊക്കെയാണ് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ബൈബിളിൽ നിന്നുള്ള പല റെഫറൻസ് വെച്ചിട്ട് റെഫറൻസാണ് പ്രധാനമായിട്ടുള്ളത്. നിങ്ങളിത് നോട്ട്സായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്രയോജനമായി തീരും. കാരണം ഇത് ബൈബിളിൽ പറയുന്ന ചില വാക്യങ്ങൾ, കാരണം നമ്മൾ ദൈവത്തിൻ്റെ കാര്യം ആണ് ബൈബിളിൽ പറയുന്നതെങ്കിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന പിശാചിൻ്റെ കാര്യം ഒരുപാടടുത്ത് ബൈബിളിൽ റെഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് പലരും ഈ സാത്താൻ ഇല്ലെന്നൊക്കെ വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സാത്താൻ എന്ന് പറയുന്നൊന്നും ഇല്ല എന്ന്, ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് നിൽക്കുന്ന സാത്താനും ഉണ്ട്. എത്തിസ്റ്റുകൾ ചിലപ്പോൾ അത് വിശ്വസിക്കുന്നില്ലായിരിക്കാം, എന്നാൽ അല്ലാത്ത ചില ഗ്രൂപ്പുകളും ഉണ്ട്. സാത്താനൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്, നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ തിന്മ പ്രവർത്തിക്കുന്ന ഘടകത്തിന് സാത്താൻ എന്ന് പറയുന്നു എന്നൊക്കെ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിശാചെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പല രീതിയിലുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ വെളിപ്പെടലുകൾ പല രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. പല പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലും ഒക്കെ പിശാച് പല വ്യക്തികൾ കൂടി പ്രവർത്തിച്ചതായിട്ട് കാണാൻ നമുക്ക് പറ്റും. അതുപോലെ ചില യേശുക്രിസ്തുവിൻ്റെ സമയത്ത് തന്നെ ചില രോഗത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ് പിശാചിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിന് പിശാച് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് അവൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അവൻ്റെ അന്ത്യം ഉണ്ടെന്നുള്ളതും സത്യമാണ്. ഇതുകൊണ്ട് ഈ സാത്താനെക്കുറിച്ച് ഇന്ന് അവൻ്റെ പേരുകളെക്കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങളൊരു നോട്ടൊക്കെ ഉള്ളവർ എഴുതിയെടുത്താൽ നല്ലതായിരിക്കും. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന അഡ്വേഴ്സറി, എതിരാളി എന്നൊക്കെയുള്ള രീതിയിൽ, അതിനെ എതിരെന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനും അതിനകത്ത് പ്രധാനമായിട്ട് ഹീസ് ദ എനിമി ഓഫ് മാൻ ആൻഡ് എനിമി ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. മനുഷ്യൻ്റെ എതിരാണ്, ദൈവത്തിൻ്റെ എതിരാണ്. 1 പത്രോസ് 5:8 ബിക്കോസ് യുവർ അഡ്വേഴ്സറി ദ ഡെവിൾ, ബി സോബർ, ബി വിജിലൻറ്റ്, ബിക്കോസ് യുവർ അഡ്വേഴ്സറി ദ ഡെവിൾ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടത് എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ. ഉൽപ്പത്തി പുസ്തകം 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ കയറും. ഇവിടെ ദൈവം ശപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. മനുഷ്യനോട് ശത്രുത്വം ഉണ്ടാക്കുന്ന എനിമി ഓഫ് മാൻ എന്ന് കാണുന്നു. വെളിപ്പാട് പുസ്തകം 2:10 ഫാൾസ് അക്യൂസർ, സ്ലോണ്ടർ, പരദൂഷണം പറയുന്ന എന്നായിട്ട് കാണുന്നു. യോഹന്നാൻ 8:44 ഫാദർ ഓഫ് ലൈസ്, കള്ളത്തിൻ്റെ പിതാവ്. യോഹന്നാൻ 8:44 നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അതിനകത്ത് അവനെ കുലപാതകൻ എന്ന് വിളിക്കുന്നുണ്ട്. അവൻ സത്യമില്ലായതുകൊണ്ട് സത്യം നിൽക്കുന്നില്ല. അവൻ ഫോഷ്ക്ക് പറയുന്നവൻ, സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, എന്നുവെച്ചാൽ കൈ നിട്ട് പറയും. അവൻ ഫോഷ്ക്ക് പറയുന്നവൻ എൻ്റെ അപ്പനുമാകുന്നു. ഈസ് എ ലയർ ആൻഡ് ഫാദർ ഓഫ് ഇറ്റ്. എത്ര കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിശാചിനെക്കുറിച്ചുള്ള പേരുകളാണ് ഈ പറയുന്നത്. നേരത്തെ വായിച്ച ഭാവമാണ് യെശയ്യാവ് 14-ാം അധ്യായത്തെ നേരത്തെ വായിച്ചാണ് 12 മുതൽ. അവന് പ്രൗഡ്, വിക്കഡ്, വയലൻറ്റ്, ഈ 3 രീതിയിലാണ് അവനെ എടുത്തു പറയുന്നത്. പ്രൗഡ്, വിക്കഡ് ആൻഡ് വയലൻറ്റ്. 1 തെസ്സലോനിക്കർ 3:5 അവൻ ടെംപ്റ്ററാണ്, പരീക്ഷിക്കുന്നവനാണ് എന്ന് പറയുന്നു. എഫേസ്യർ 6:11 അവനൊരു സ്കീമറാണ്, അവൻ്റെ പല സ്കീമുകൾ കൊണ്ടുവന്ന് നിങ്ങളെ തെറ്റിക്കുന്നതാണെന്ന് പറയുന്നു. ലൂക്കോസ് 8:12 അവൻ കള്ളനാണെന്ന് പറയുന്നുണ്ട്. നേരത്തെ വായിച്ചാണ് യോഹന്നാൻ 8:44 അവൻ കുലപാതകനാണെന്ന് പറയുന്നു.
അപ്പോസ്തല പ്രവൃത്തി 13:10 അവൻ ചതിയനാണെന്ന് പറയുന്നു. മത്തായി 13:19-38 വാക്യങ്ങളിൽ അവൻ വിക്കഡാണെന്ന് പറയുന്നു. മത്തായി 6:13 അവൻ അനീതിയുള്ളവനാണെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 12:10 അവന് നമ്മുടെ സഹോദരങ്ങളെ തെറ്റിക്കുന്നവനാണെന്ന് പറയുന്നു. യോഹന്നാൻ 12:31 ഹീസ് ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്, റൂളർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 4:4 അവന് ഗോഡ് ഓഫ് ദ ഏജ്, ഈ ലോകത്തിൻ്റെ തന്നെ ദൈവമാണെന്ന് പറയുന്നു. എഫേസ്യർ 2:2 പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 11:14 ഏഞ്ചൽ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. യെശയ്യാവ് 14-ാം അധ്യായത്തിലെ ദ കിങ് ഓഫ് ബാബിലോൺ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നു. എസ്കേൽ 28 കിങ് ഓഫ് ടയർ എന്ന് പറയുന്നു. മത്തായി 13:25 വാക്യങ്ങളിൽ അവന് കള വിതയ്ക്കുന്നവൻ, ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതയ്ക്കുന്നവനാണെന്ന് പറയുന്നു. യോഹന്നാൻ 10:12 ഒരു ചെന്നായിയുടെ കാര്യമായിട്ട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 12:9 അവനൊരു ഗ്രേറ്റ് ഡ്രാഗണായിട്ട് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 3:1 അവന് പഴയ പാമ്പായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട് ബൈബിളിൽ. ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല പേരിലാണ് പിശാചിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പിശാചില്ല, അതൊരു ചിന്തയാണ് എന്നൊക്കെ പറയുന്നത് വ്യർത്ഥമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡെവിളും ഡെമണും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഡെവിൾ എന്ന് പറയുന്നത് അവന് പിശാചാണ്. ഡെമൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഫോളൻ ഏഞ്ചൽസ് ആണ്. Satan has taken 1/3 of that. 12-ാം അധ്യായത്തിൽ റെവലേഷൻ 12-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ 1/3 പേരെ അവൻ്റെ വാലുകൊണ്ട് അവൻ തെറ്റിച്ചു കൊണ്ടുവന്ന കാര്യം പറഞ്ഞു, നേരത്തെ പറഞ്ഞാണ്. അവൻ തെറ്റിച്ചുകൊണ്ട് വന്നു. അതിന് 1/3 ആദ്യം വഞ്ചിച്ചത് ഏഞ്ചൽസിനെയാണ്. അവരെ ഏഞ്ചൽസ് ഒരു ഫോളൻ ഏഞ്ചൽസ് ആക്കി. യൂദയുടെ ലേഖനത്തിനകത്ത് 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി നോക്കാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നോക്കാതെ അവരുടെ വാസസ്ഥലം വിട്ട് ആരുടെ പോയി? ലൂസിഫറിൻ്റെ കൂടെ പോയി. ആ പോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി അവരെല്ലാം വിധിക്കും, ന്യായം വിധിക്കും. അത് എന്നാണ് വിധിക്കുന്നത്? ആ മഹാദിവസം, ഗ്രേറ്റ് ഡേ, ഗ്രേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ. കർത്താവ് സകലത്തെയും യഥാസ്ഥാനത്തെടുത്തി 1000 ആണ്ട് വാഴ്ചയെല്ലാം കഴിഞ്ഞ് നിത്യതയ്ക്ക് മുമ്പ് ഒരു വിസ്താരമുണ്ട്. ഈ പിശാചിനെയൊക്കെ പിടിച്ച് എന്നേക്കുമായിട്ട് തള്ളിയിടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവരെ ഇപ്പോഴേ അന്ധകാരത്തിലുള്ള ചെങ്ങലയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ടാർട്ടറസിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ടുവരും, വിധിച്ച് അവരെ നിത്യമായിട്ട് നരകത്തിലേക്ക് എന്നേക്കും തള്ളി ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇടും. അതിനെക്കുറിച്ചാണ് യൂദയുടെ ലേഖനത്തിൽ 6 പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ഫോളൻ ഏഞ്ചൽസ് അവരുടേതായിട്ടുള്ള വാസസ്ഥലം കാക്കാതിരുന്ന ദൂതന്മാർ. എഫേസ്യർ 6:12 നമുക്ക് എങ്ങനെയാണ് അവൻ്റെ കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനയോടാണ്. അത് വലിയൊരു സേനയാണ്. സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ദ ഹെവൻലി റയാംസ്. ഉയരത്തിലുള്ള അല്ലെങ്കിൽ കോസ്മോസിലുള്ള വലിയൊരു സ്പിരിച്വൽ ഫോഴ്സിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. നമ്മൾ ജഡരക്തങ്ങളോടല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം, അതിന് വേണ്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധം, അല്ലാതെ മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങളിൽ മിണ്ടാതിരിക്കുന്ന കാര്യങ്ങൾ, യുദ്ധം, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം തന്നെ ജഡരക്തങ്ങളാണ്. ശരിക്കും ആ യുദ്ധത്തിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ്
എഫേസ്യർ ലേഖനം 6:12 പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ദ ഈവിൾ ഇൻ ദ ഹെവൻലി റെയിംസ്. അവരാണ് നമ്മളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിൽ കിടന്ന് അടിയുണ്ടാക്കാൻ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട്, അതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം എന്ന് പറയുന്നു. അതിന് ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അവരെല്ലാം നരകത്തിലോട്ട് തള്ളിയിടുമല്ലോ, സാത്താനാണ് നരകത്തിൻ്റെ രാജാവ് എന്ന് ചിന്തിക്കുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അതൊക്കെ ഈ സിനിമകളിലൊക്കെ കാണുന്ന ഈ ചില കെട്ടുകഥകളോ ഒക്കെയാണ്, മിത്തായിട്ടുള്ള കാര്യങ്ങളാണ്. സാത്താനെ അവിടെ രാജാവൊന്നുമല്ല, ഹീസ് ടോർമെൻറ്റഡ്. മറ്റുള്ളവർ ദുരിതം അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നത് പോലെ അവിടെ ആ ജ്വാലയിൽ അവൻ കിടന്ന് കഷ്ടത അനുഭവിക്കണം. അവൻ റൂളറൊന്നുമല്ല, ഹെല്ലിൻ്റെ റൂളറൊന്നുമല്ല. നരകത്തിൻ്റെയും ഇൻചാർജ് ദൈവം തന്നെയാണ്. ഗോഡ് ഈസ് ഇൻ ചാർജ്. അതുകൊണ്ട് സാത്താൻ ചെയ്യുന്നത് അവൻ നരകത്തിൽ കിടക്കുന്ന പോലെ തന്നെ അനേകം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് സാത്താൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നരകം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവം ഉണ്ടാക്കിയത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നരകം, നേരത്തെ നരകത്തിനെ കുറിച്ചൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നരകം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല. ശരിക്കും നമ്മളതിനകത്ത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പാപം ചെയ്ത്, നേരത്തെ പറഞ്ഞ പാപം ചെയ്ത ദൂതന്മാരെ ഇടാനായിട്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാർക്ക് വേണ്ടിയും പിശാചിനെ ഇടാനായിട്ടും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. പാമ്പിനെ ശപിച്ച് ആദ്യം തന്നെ ശപിച്ചു, അവരെ ഇടാൻ വേണ്ടിയാണ് ഇരുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? യവൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരുപാട് പേരിന്ന് നരകത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനേകം അവൻ്റെ ടീച്ചിങ്ങിൽ പഠിച്ച അനേകം ആളുകൾ നരകത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നരകത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് വന്നത്. യോബ് 15:15 നമ്മൾ നേരത്തെ വായിച്ചാണ്, സ്വർഗം പോലും നിർമ്മലമല്ല എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം ദൈവം ആ വിധാനത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് വിധാനത്തെക്കുറിച്ച് നല്ലതെന്ന് പറഞ്ഞില്ല. എല്ലാ സൃഷ്ടിയും നല്ലതെന്ന് പറഞ്ഞു. ആകാശത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിധാനത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നല്ലതെന്ന് പറഞ്ഞില്ല. ആ കാരണം എന്ന് വെച്ചാൽ പിശാച് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് വെളിപ്പാട് പുസ്തകം 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം, മഹാസർപ്പമായിട്ടുള്ള പിശാചും സാത്താനും അവനെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടി തള്ളിക്കളഞ്ഞതായിട്ട് കാണുന്നു. അതിനുശേഷം വെളിപ്പാട് പുസ്തകം 20:2 അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചെങ്ങലയിടുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലത്ത് യവൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. കാരണം യവനാണ് പാപമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് 1000 ആണ്ടിൽ ഒരു പാപവും ഇല്ലായിരുന്നു. മൃഗങ്ങളുടെ പോലും വന്യത മാറിപ്പോയി. നേരത്തെ ഒരു സിംബോളിക്കായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ഞാനത് ഒരിക്കൽ സൂചിപ്പിച്ചാണ്. നോഹയുടെ പ്രളയകാലത്ത് നോഹ സിംഹത്തിനൊക്കെ ഭക്ഷണം കൊടുത്ത്, നമുക്കറിയാമല്ലോ, സിംഹത്തിനും കരടിക്കും എല്ലാ സാധനവും ഉണ്ടായിരുന്നല്ലോ, എല്ലാത്തിനും ഭക്ഷണം കൊടുത്തപ്പോൾ സിംഹത്തിന് വന്യതയില്ല ആ സമയത്ത് മാറാതിരുന്നിരുന്നെങ്കിൽ, സിംഹം ഫെറോഷ്യസ് ആയിട്ട് ക്രൂവലായിട്ട് ആ സമയത്തിരുന്നെങ്കിൽ നോഹയെ അപ്പോഴേ പിടിച്ച് സൂപ്പിട്ടേനെ. അത് തിന്നാതിരുന്ന കാര്യം ആ സമയത്ത് മൃഗത്തിൻ്റെ വന്യത ദൈവം മാറ്റിയിരുന്നു ആ പെട്ടകത്തിലുള്ള. അതുപോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയിലും മൃഗത്തിൻ്റെ വന്യതയില്ല, പാപമില്ലാത്ത അവസ്ഥ. പാപം ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പിശാചിനെ പിടിച്ചു പൂട്ടിയിട്ടിരിക്കുക. അതാണ് വെളിപ്പാട് പുസ്തകം 20:2 പറയുന്നത്. അവസാനം അൾട്ടിമേറ്റ്ലി 20:10 അവരെ വഞ്ചിച്ച പിശാചിനെയും മൃഗവും കള്ളപ്രവാഹനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവൻ എന്നേക്കും, ഫോർ എവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. ഒരു അൾട്ടിമേറ്റ് ഫെയ്റ്റ് അവിടെയാണ്. തീപ്പൊയ്യിലേക്ക് അവനെ തള്ളിയിടും. ഇത് തന്നെ എസ്കേൽ പ്രവചനം 28 നേരത്തെ വായിച്ചു. നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും എന്ന് പറയുന്നു. നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. അപ്പോൾ ഈ പിശാചിൻ്റെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് അവിടെയാണ്. എവിടെ? തീപ്പൊയ്കയിൽ, ദ ലേക്ക് ഓഫ് ഫയർ, അവിടെ ദണ്ഡനമേറ്റുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. ജനറലി പിശാചിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അവൻ്റെ പേരിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അവൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരിനെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് എന്താണെന്ന് പറഞ്ഞു. സാത്താനല്ല
നരകം റൂൾ ചെയ്യുന്ന ദൈവം തന്നെയാണ്. ഗോഡ് ഈസ് ഇൻ ചാർജ്. എന്നാൽ അവനും അവിടെ ടോർമെൻ്റ് ചെയ്യപ്പെടും, അവനും അവിടെ കിടന്ന് കഷ്ടപ്പെടും, ദണ്ഡനമേൽക്കേണ്ടി വരും എന്ന് നമ്മൾ മറക്കരുത്. അന്നേരം അവന് വേണ്ടിയാണ് ഈ നരകം ഉണ്ടാക്കി വെച്ചത്. അല്ലാതെ നിങ്ങളെപ്പോലെയും ലോകത്തിലുള്ള ജനങ്ങളെപ്പോലെയും ജനത്തിന് വേണ്ടി അല്ല നരകം ഉണ്ടാക്കി വെച്ചത്. പക്ഷേ മനുഷ്യൻ ഇപ്പോഴും പിശാചിൻ്റെ അടിമത്വത്തിലായി നരകത്തിലേക്ക് ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാതെ, സാത്താൻ്റെ ദണ്ഡനത്തിലേക്ക് പോകാതെ, ദൈവത്തിൻ്റെ പ്രമാണം മനസ്സിലാക്കി കർത്താവിൽ കൂടിയുള്ള വഴിയിൽ കൂടി യേശുവിനെ തിരഞ്ഞെടുക്കുകയും സ്വർഗരാജ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരണം. ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലേക്ക് വരാതെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ വിട്ട് ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം മോഹിച്ചു. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റതിനാൽ നമ്മളും പുതിയ സൃഷ്ടിയായി തീർന്നു, പുതിയ ജീവൻ പ്രാപിച്ചു. അത് വിശ്വാസത്തിൽ നമ്മൾ പ്രാപിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം മാറിപ്പോവും. പാപത്തിൻ്റെ ചങ്ങലയെല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. ഇന്നും കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കർത്താവിനോടൊപ്പം കമ്മ്യൂണിയൻ ആകാം എന്ന് പറഞ്ഞ് കർത്താവ് ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുകയാണ്. സഹോദര സഹോദരി, നീ ആ ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിനൊന്ന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമോ? പിശാചിൻ്റെ ബോണ്ടേജിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്ന് വിടുതൽ പ്രാപിക്കുമോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു വിടുതൽ തരും. ദൈവമായ കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ ഈ കർത്താവിനെ അറിയുവാനായിട്ട് ഇന്ന് രാത്രികാലം ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് കർത്താവെ സഹായിക്കണം. പരിജ്ഞാനത്തിൽ നിറയുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറ് വന്നിരിക്കുന്ന ചില വ്യക്തികളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പലതരമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഇതുവരെയും ജീവിച്ചു പോകാനായിട്ട് സാധ്യമായി. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ബ്ലോക്കുകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹൃദയത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, വാൽവിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, ബ്ലോക്കുകളെല്ലാം അലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? സ്റ്റെൻഡ് ഇട്ടിട്ട് വേദനയിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാൻക്രിയാസിലുള്ള ചില പ്രയാസങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുള്ള മുഴകളൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായുണ്ട്. സ്തോത്രം. ക്യാൻസറായിട്ട് കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രയാസങ്ങളും മാറിപ്പോട്ടെ. റേഡിയേഷനൊന്നും ഇല്ലാതെ എല്ലാം കർത്താവെ നോർമലായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവെ ഇന്ന് രാത്രികാലം പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എന്നോട് പ്രാർത്ഥിച്ചിരിക്കുന്നവരെ നീ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. അത് ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നവരെ ദൈവം വലിയ വിടുതലുകൾ അയക്കുന്ന ഓർത്ത് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.